കാന്തപുരത്തിന് മോദിയെ വലിയ ഇഷ്ടമാണ്. മുഖം കറുപ്പിച്ച് ഇന്നേ വരെ പ്രധാനമന്ത്രിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കാന്തപുരം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നവരും അങ്ങനെയാവണമെന്ന് നിർബന്ധമില്ലല്ലോ. വാളിൽ വെച്ച് കിട്ടിയത്. ഞാൻ ഏത് ഹിന്ദുവിനെയാണ് പ്രതിനിധീകരിക്കേണ്ടത്? അപ്പൊ നമുക്കിപ്പോ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് തലയ്ക്ക് വെളിവില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാൾ ജനിച്ചൊരു നാടുണ്ട്, ഗുജറാത്ത്. ഉസ്താദിന് അവിടെ സ്കൂളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് കഷ്ടപ്പാടൊന്നും ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഷ്ടപ്പാട് ഉണ്ടാവുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളൊക്കെ അവിടെ വരും. ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു നാടുണ്ട്. അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നുണ്ട്. തലയ്ക്ക് വെളിവില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു. തലയ്ക്ക് വെളിവില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു. അയാളുടെ പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇനി എന്റെ നാവ് കൊണ്ട് അത് ഉച്ചരിച്ച് എന്റെ നാവ് കേടാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ്, പേടിച്ചിട്ടൊന്നുമല്ല. അയാള് വന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് നമ്മുടെ രാഷ്ട്രപിതാവും വന്നത്. അദ്ദേഹത്തിന്റെ പേര് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു, മഹാത്മാഗാന്ധി. പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നം, മഹാത്മാഗാന്ധി പ്രതിനിധീകരിച്ച അഥവാ മഹാത്മാഗാന്ധിയെ പോലുള്ള ഹിന്ദുക്കളുടെ പ്രതിനിധിയായിട്ടാണ് എനിക്ക് അറിയപ്പെടാൻ ഇഷ്ടം. അങ്ങനെയുള്ള ഒരു ഹിന്ദുക്കൾ ഉണ്ടാവുന്ന നാട് മാത്രമേ നല്ല നാടായി, മേന്മയുള്ള നാടായി, സമാധാനമുള്ള നാടായി, സഹിഷ്ണുതയുള്ള നാടായി, ജനാധിപത്യവും മതേതരത്വവും വികസനവും ദരിദ്രനാരായണന്മാരുടെ കഷ്ടപ്പാടുകൾ ഇല്ലാത്തതും ആയ ഒരു രാജ്യമായി ഇന്ത്യ മാറാൻ സഹായകമാവും. പക്ഷേ ഇവിടെ ഇപ്പൊ ഗാന്ധിയെ പ്രതിനിധീകരിക്കുന്ന ഹിന്ദുവായാൽ അയാൾ മിക്കവാറും രാഷ്ട്രദ്രോഹിയാവും എന്നുള്ളതാണ് നില വന്നിരിക്കുന്നത്. നിങ്ങൾ രാഷ്ട്രപിതാവിന് സിന്ദാബാദ് വിളിച്ചാലൊന്നും രാജ്യസ്നേഹിയാവില്ല. മറിച്ച് നാഥുറാം ഗോഡ്സെക്ക് സിന്ദാബാദ് വിളിക്കണം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനമന്ത്രിക്ക് സിന്ദാബാദ് വിളിക്കണം. എന്നാലേ നമ്മള് ആരാവുള്ളൂ, രാജ്യസ്നേഹിയാവൂ എന്നുള്ള സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. സ്വാമി ഒന്നും കൂടെ നോക്കി. എന്താ സ്വാമി എന്നെ രക്ഷിക്കണേ? അയ്യോ സ്വാമി എന്നെ രക്ഷിക്കണം. അയ്യോ സ്വാമി എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണേ, എന്റെ പൊന്നു സ്വാമി എന്നെ രക്ഷിക്കണേ. അയ്യോ ഞാൻ വിടില്ല. ഞാനിവിടെ ഉപയോഗിച്ച ഒരു പദം അല്പം തെറ്റിദ്ധാരണയുണ്ടാക്കും എന്ന് തോന്നുന്നു. അത് തലയ്ക്ക് വെളിവില്ലാത്ത ആള് എന്നൊരു പദമാണ്. കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഞാനത് ഈ വേദിയിൽ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതുകൊണ്ട് അത് മറ്റ് വേദികളിൽ ഉപയോഗിക്കാനായി എന്റെ നിഘണ്ടുവിൽ ഏറ്റവും ആദ്യം തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ ആ വാക്ക് പിൻവലിച്ചതായി അറിയിക്കുന്നു. ഇന്നത്തെ സമയം തീരും മുമ്പ്